മന്ത് ഓഫ് പ്രയറിന്റെ 15-ാം ദിവസമാണ് പ്രാർത്ഥന. കഴിഞ്ഞ 15 ദിവസമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രാർത്ഥനയിലൂടെ ദൈവമായിട്ട് കൂടുതൽ ബന്ധത്തിലേക്ക് അടുത്തു വരുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയാണ് ദൈവത്തോട് കൂടുതൽ നമ്മളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദൈവവചന ചിന്തയായി നമ്മൾ എടുത്തിരിക്കുന്നത് 62-ാം സങ്കീർത്തനമാണ്. 1-ാം വാക്യം മുതൽ തന്നെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കയിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയും ആകുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ സമയവും ആശ്രയിപ്പാനുള്ളത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ആ കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്. മറ്റാരും നമുക്ക് ആശ്രയിപ്പാനില്ല. തീർച്ചയായിട്ടും നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ തുറന്നു പറയുവാൻ ദൈവസന്നിധി മാത്രമേ കഴിയത്തുള്ളൂ. ഒരുപക്ഷെ നമ്മൾ പല സമയങ്ങളിലും നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ അവരുടെ സഹായങ്ങൾ തേടാറുണ്ട്, നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി. പക്ഷെ എന്നാൽ അതിനപ്പുറമായി ദൈവത്തെ നോക്കി മൗനമായിരുന്നു എൻ്റെ രക്ഷ ആ കർത്താവിൽ നിന്ന് വരുന്നെന്നുള്ളൊരു പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൽ നമുക്ക് കൂടുതൽ ആശ്രയിക്കാൻ കഴിയണം. ആ 62-ാം സങ്കീർത്തനത്തിൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ വേദനകൾ നമുക്ക് സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ഒരുപക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തോട് തന്നെ ചോദിക്കും, എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ രക്ഷ അവങ്കിൽ നിന്നാണ് വരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ രക്ഷ കർത്താവിൽ നിന്നാണ് വരുന്നത്. ആ കർത്താവിൽ നമുക്കൊന്ന് പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ കഴിയട്ടെ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മുമ്പിലെ എല്ലാ വാതിലുകളും അടഞ്ഞു കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും മൗനമായിരിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. തീർച്ചയായിട്ടും മറ്റുള്ള ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരാം. അതിനോടൊന്നും നിങ്ങൾ പ്രതികരിക്കാതെ ദൈവസന്നിധിയിൽ മൗനമായിരിക്കുക. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഇങ്ങനെ മറ്റൊരു വാക്യമുണ്ട്: അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്നവന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്ക് താണിരിക്കുക. തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ താണിരിക്കുന്നവർക്ക് ഉയർച്ചയുണ്ടാകും. മറ്റ് പല കുറുക്കുവഴികളും നമുക്ക് തേടാൻ കഴിയും. പക്ഷെ അതിലൊക്കെ പൂർണ്ണമായ വിജയം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയത്തില്ല. എന്നാൽ പൂർണ്ണമായ വിജയം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയണമെങ്കിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ കഴിയണം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി സമയത്തെ മാറ്റി വെച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ദൈവം അത്ഭുതം ചെയ്യും. പ്രാർത്ഥന ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തോട് നമുക്ക് അടുത്തിരിക്കുവാനും ദൈവത്തിൽ നിന്നുള്ള അത്ഭുത പ്രവർത്തികൾ നമുക്ക് കാണുവാനും കഴിയത്തുള്ളൂ. പ്രാർത്ഥനയാണ് ഓരോ നിമിഷവും നമ്മളെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നേരം നിങ്ങൾക്ക് ആഹാരം വെടിഞ്ഞിരിക്കാൻ കഴിയും, 2 നേരം നിങ്ങൾക്ക് ആഹാരം വെടിഞ്ഞിരിക്കാൻ കഴിയും. പക്ഷെ പ്രാർത്ഥനയില്ലാത്തൊരു മനുഷ്യൻ തീർച്ചയായിട്ടും ദൈവവുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിയായി മാറുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടാകണം. ഈ സങ്കീർത്തനത്തിൽ താഴോട്ടുള്ള വാക്യത്തിൽ വരുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാന വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: കർത്താവേ, ദയയും നിനക്കുള്ളതാകുന്നു, നീ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു. തീർച്ചയായിട്ടും ദൈവത്തോട് നമ്മൾ അടുത്തിരുന്ന് പ്രാർത്ഥനാ ജീവിതത്തോടെ മാറിക്കഴിയുമ്പോൾ ദൈവം തീർച്ചയായിട്ടും നമുക്കതിൻ്റെ പ്രതിഫലം നൽകുന്ന ദൈവമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇതുവരെ നമുക്ക് ദൈവസന്നിധിയിൽ അടുത്ത് വരാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തോട് അടുത്ത് വരുവാൻ നിങ്ങൾ കഴിയട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഒരു പക്ഷേ എത്രയോ പ്രതിസന്ധികളാണ് നമ്മൾ ബൈബിളിൽ ഒത്തിരി ആളുകളെ കാണുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ ദൈവസന്നിധിയിൽ അവർ മുട്ടുമടക്കിയപ്പോൾ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അടുത്ത ഒരു തലമുറയുടെ വിഷയങ്ങളാണ്. അടുത്തൊരു തലമുറ കർത്താവിന് വേണ്ടി നിൽക്കണം. അടുത്തൊരു ജനറേഷൻ കർത്താവിന് വേണ്ടി നിൽക്കണം. അവരൊരു ഉണർവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. തലമുറകൾ വളരെ നശിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം. തീർച്ചയായിട്ടും നമുക്ക് പ്രത്യാശ വെക്കാം. നമ്മൾ മൗനമായിരിക്കുക, നമുക്ക് ദൈവത്തിൻ്റെ പ്രത്യാശ വെക്കാം. ദൈവം തലമുറയുടെ മധ്യത്തിൽ വലിയ ഉണർവായിരിക്കും. ഇനി വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികൾ കാണാം. വിശ്വസിക്കുക, മൗനമായിരിക്കുക, ദൈവത്തിൻ്റെ പ്രത്യാശ വെക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഒത്തിരി വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും.
അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചതായിട്ട് നമ്മൾ പിന്നീട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. തീർച്ചയായിട്ടും പ്രാർത്ഥനയാണ് നമ്മളെ അത്ഭുതത്തിലേക്ക് നയിക്കുന്നത്. പ്രാർത്ഥനയാണ് ദൈവത്തെങ്കിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നത്. തീർച്ചയായിട്ടും പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ട ഗൈഡൻസ് നൽകുന്നത്. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ, ഒരു ദിനം നിങ്ങൾ ആരംഭിക്കുമ്പോൾ, ആ പ്രഭാതത്തിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ എഴുന്നേൽക്കുമ്പോൾ, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തികൾ കാണുവാൻ ഇടയായിത്തീരും. ഒരുപക്ഷെ തലേദിവസം രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഒരുപക്ഷെ ഒത്തിരി വിഷമങ്ങളും ഭാരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കാണാം, ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണാം. എന്നാൽ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലെ പ്രതിസന്ധികൾ മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾ കാണാൻ കഴിയും. അതിനപ്പുറമായിട്ട് പ്രഭാതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത ഒന്നും സംഭവിക്കല്ലേ, ദൈവഹിത പ്രകാരം മാത്രം എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവഹിതമല്ലാത്തത് ഒന്നിലേക്കും ദൈവം നിങ്ങളെ നയിക്കത്തില്ല. ദൈവഹിതമായതിലേക്ക് മാത്രമേ ദൈവം നിങ്ങളെ നയിക്കത്തുള്ളൂ. ദൈവഹിതമല്ലാത്ത ഒന്നും സംസാരിക്കാൻ ദൈവം നിങ്ങളെ സമ്മതിക്കത്തില്ല. ദൈവഹിതമല്ലാത്ത ഒന്നും ചെയ്യുവാൻ ദൈവം നിങ്ങളെ അനുവദിക്കത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥന നമ്മളെ മുൻപോട്ട് നയിക്കുന്നതാണ്. പ്രാർത്ഥന നമ്മളെ മുമ്പോട്ട് കർത്താവിലേക്ക് അടുപ്പിക്കുന്നതാണ്. പ്രാർത്ഥനയോടെ നമ്മൾ ആരംഭിക്കുന്ന ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറും. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടാകട്ടെ. ഈ സങ്കീർത്തനം 62-ാം സങ്കീർത്തനമാണ് ഇന്ന് നമ്മുടെ ചിന്തക്കായി എടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുകയാണ്. 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എത്രയോ സന്തോഷം നൽകുന്ന ഒരു വാക്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കട്ടെ. നമ്മുടെ രക്ഷ കർത്താവിലുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് കഴിയും. അതിന് ദൈവം വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. നിങ്ങളുടെ പ്രത്യാശ, നിങ്ങളുടെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. നിങ്ങളുടെ രക്ഷ അവങ്കിൽ നിന്നാണ്. നിങ്ങളുടെ ചുറ്റും നിന്ന് ഒത്തിരി ആളുകൾ നിങ്ങളെ ആക്ഷേപിക്കും, നിങ്ങളെ എതിർത്ത് സംസാരിക്കും, നിങ്ങളെ ആക്രമിക്കും. മൗനമായിരിക്കട്ടെ. നിങ്ങളുടെ രക്ഷ കർത്താവിൽ മാത്രമാണ്. ഇന്ന് ഈ സമയം കർത്താവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയട്ടെ. ദൈവത്തെ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയട്ടെ. മറ്റ് എന്തും നമ്മുടെ ചുറ്റും സംഭവിച്ചോട്ടെ, പക്ഷേ നമ്മുടെ പ്രത്യാശ കർത്താവിലാണ്. നമ്മുടെ പ്രത്യാശ അവങ്കലാണ്. അപ്പോൾ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയിട്ടില്ല. ഇന്ന് ഈ സമയം നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് നോക്കുക, നിങ്ങൾ മുട്ടുമടക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തെങ്കിലേക്ക് നിങ്ങളുടെ ഉള്ളം പകരുക, മൗനമായിരിക്കുക. നിങ്ങളുടെ പ്രത്യാശ അവങ്കൽ മാത്രമാണ്. ദൈവത്തിൽ മാത്രം നമുക്ക് പ്രത്യാശ വെക്കാം. വരും ദിവസങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഈ മന്ത് ഓഫ് പ്രയർ, ഈ മാസം നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും.